നീങ്ങിപ്പോയെൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയെൻ്റെ ശാപങ്ങൾ, സൗഖ്യമായെൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയ്ക്കായി, യേശുവിൻ നാമം ശക്തിക്കായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമം ഇന്ന് മാനവരാശിക്ക് വിടുതലായും രക്ഷയായും ശക്തിയായും തീർന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണം മുഴു ലോകത്തിൻ്റെയും ശുദ്ധിക്കായി, കഴുകലിനായി, സൗഖ്യത്തിനായി യേശു ക്രിസ്തുവിൻ്റെ രക്തം മാറിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ രോഗങ്ങളും എൻ്റെ ശാപങ്ങളും എല്ലാം ഇന്ന് മാറുകയാണ്. അതെങ്ങനെ മാറുന്നു? സുവിശേഷം നിമിത്തം യേശു ക്രിസ്തു ഇത് ചെയ്ത്. ഇതാണ് സുവിശേഷം. യേശു ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്ത യേശു ക്രിസ്തുവാണ് നമ്മുടെ സുവിശേഷം. സദ്വർത്തമാനം എന്ന് പറഞ്ഞാൽ ഏതു മഹാപാപിക്കും ഒരു വിടുതലുണ്ട്. എത്ര തകർന്നവനും ഏത് ശാപത്തിൽ കിടക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചോളും, ഏത് അന്ധകാരത്തിൽ കിടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളും ഒരു പ്രകാശം നീതിസൂര്യനായ യേശു നമുക്കായി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം എന്താണ്? സുവിശേഷം എന്താണ്? സദ്വർത്തമാനം. ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്ന മാർഗമാണ് സദ്വർത്തമാനം. ഒരു രോഗിയെ സംബന്ധിച്ചോളം അവന് രോഗസൗഖ്യം ലഭിക്കുന്നു എന്നുള്ളത് സദ്വർത്തമാനമാണ്. അതെ, നമ്മുടെ പാപങ്ങൾക്കും രോഗങ്ങൾക്കും ശാപങ്ങൾക്കും എല്ലാം പകരമായി യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യാഗമായി. യേശു ക്രിസ്തുവിൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്കായി ചൊരിഞ്ഞു. യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇത് നമ്മൾ വിശ്വസിച്ചു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. വാ കൊണ്ട് യേശു കർത്താവെന്ന് പറഞ്ഞപ്പോൾ നാം പ്രവേശിച്ചത് ഒരു സഭയിലല്ല, ഒരു മതത്തിലല്ല. യേശു ക്രിസ്തു യേശു ക്രിസ്തു ആകുന്ന, യേശു ക്രിസ്തു തലയാകുന്ന ആ ശരീരം എന്ന് പറയുന്നത് സഭ. ആ സഭയുടെ അംഗമായി ഓരോ വ്യക്തികളും തീരുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവമക്കളായി സുവിശേഷം നിമിത്തം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരനായ ഒരു മനുഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് വാതുക്ക നിൽക്കുക, എന്തെങ്കിലും ഭിക്ഷ കിട്ടുമെന്ന് വിചാരിച്ച്. അപ്പോൾ കൊട്ടാരത്തിൻ്റെ അകമൊക്കെ കണ്ടിട്ട് ഈ കൊട്ടാരത്തിൽ എന്തെങ്കിലും ഒന്ന് കയറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, തൻ്റെ
അവസ്ഥ വെച്ച് ഒരിക്കലും ഈ കൊട്ടാരത്തിൽ ഭിക്ഷക്കാരന് കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് പടയാളെ വിളിച്ച് പറയാണ്, അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ചെരുപ്പും വസ്ത്രവും ഒക്കെ ധരിച്ച് എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. അങ്ങനെ ആ ഭിക്ഷക്കാരനെ കഴുകി എന്ന് പറഞ്ഞാൽ അവനെ കുളിപ്പിച്ച് അവന് നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെ പാപിയായി തീർന്ന ഓരോ മാനവരാശിക്കും നീതിമാനായ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാതിരുന്നപ്പോൾ പിതാവാൻ ദൈവം തന്നെ നീതിമാനായിരുന്ന, നിഷ്കളങ്കരായിരുന്ന, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന, പാപം ചെയ്യാതെ ഇരുന്ന യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശി യാഗത്തിലൂടെ അവസാനത്തുള്ളി രക്തം ചൊരിഞ്ഞതിലൂടെ ആ രക്തം നമുക്ക് ശുദ്ധിക്കായി മാറും. ഈ വാർത്ത എല്ലാവർക്കും ശുദ്ധി പ്രാപിക്കാൻ കഴിയുമെന്നുള്ള വാർത്ത മുഴു ലോകത്തെയും അറിയിക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോജനം എന്നിട്ട് പറയുന്ന കിടക്കുന്നു വെച്ചാൽ 16 മുതൽ വായിക്കാം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എല്ലാവരുടെ മേലും, യേശുവിനെ അറിഞ്ഞ മുഴുവൻ പേരുടെ മേലും നിർബന്ധമുണ്ട്. നമ്മൾ യേശു ക്രിസ്തു മുഖാന്തരം അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കാതെ തകർച്ചയിൽ കഴിയുന്ന ആളുകളോട് ഇങ്ങനൊരു വിടുതലുണ്ട് യേശുവിൽ ആശ്രയിച്ചാൽ എന്ന് പറയാൻ നമ്മൾ അവസരം ഉപയോഗിക്കണം. ഇവിടെ പറയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എന്നിട്ട് പറയണം, ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എൻ്റെ മേൽ ഭരമേൽപ്പിച്ച്, ഇനി മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആ കാര്യം എൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുക. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളോട്, നമ്മുടെ അയൽവക്കക്കാരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നവരോട് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് പറയാൻ, നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ചെയ്ത സൗഖ്യവും വിടുതലും അനുഗ്രഹവും പറയാൻ, അങ്ങനെ യേശുവിൻ്റെ സുവിശേഷം പറയാൻ അത് പറയാം. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷഘോഷണത്തിന് അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നു. ആരാണ് ഈ സുവിശേഷഘോഷണം ചെയ്യണമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചത്? ആരാണ് നമ്മളെ ഭരമേൽപ്പിച്ചത്? എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ചെയ്തത്? നാം ചെയ്യേണ്ടത്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ അതിൻ്റെ 18, 19, 20 വാക്യങ്ങളിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് രാജാതിരാജാവും കർത്താവും നമ്മുടെ അരുമനാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. യേശു ക്രിസ്തു പറയാണ്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും. യെസ്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലിൽ ഇനി യേശുവിന് മുമ്പിൽ മടങ്ങും. എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് പറയണം. വേറൊരു നാമമില്ല രക്ഷയിൽ. ആ അധികാരത്തിലേക്ക് യേശുവിൻ്റെ കാൽവരി ക്രൂശ് മരണം ഉയർത്തെഴുന്നേൽപ്പിലൂടെ അങ്ങനെ പിതാവ് ആ അധികാരത്തിലേക്കും പുത്രനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പറയാണ്, യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം, ഇനി ഒരധികാരവും മാറ്റി വെച്ചിട്ടില്ല, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയണം, ആകയാൽ നിങ്ങൾ പുറപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടണം. എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. എന്നിട്ട് പറയണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. അതാണ് സുവിശേഷം. സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിയിൽ ഒരു രൂപാന്തരം സംഭവിക്കുകയാണ്, പുതിയ സൃഷ്ടിയായി മാറുകയാണ്. അവിടെ പറയുകയാണ്, പ്രമാണിക്കുകയാണ്, ചില കാര്യങ്ങൾ അനുസരിക്കാൻ തുടങ്ങുകയാണ്. സുവിശേഷം കേൾക്കുമ്പോൾ തന്നെ വലിയ സദ്വർത്താനാണ്. ഒരു വീട്ടിൽ യേശുവിനെ സ്വീകരിച്ച ആ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും. ആ ഭവനത്തിലെ അന്ധകാരം മാറിപ്പോകും. ആ സുവിശേഷിച്ച ഇവിടെ പറയണം, തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ എൻ്റെ ശിഷ്യരായിക്കൊള്ളും. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം ദൈവത്തിൻ്റെ ജനമാണ്. ഒരു മതത്തെയോ ഒരു വിധത്തെയോ ഒരു വിശ്വാസങ്ങൾക്ക് എതിരെയോ ദൈവം യേശു ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവൻ സർവ്വമാനവരാശിയുടെ രക്ഷകനാണ്. മുഴു ലോകത്തെയും രക്ഷിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിലൂടെ പിതാവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ അതാര് വിശ്വസിച്ച് യേശുവിൻ്റെ കർത്താവ് എന്ന് പറയുന്നു, അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു മുഖാന്തരമുള്ള വിടുതലും ശുദ്ധീകരണവും സൗഖ്യവും എല്ലാം ലഭിക്കുകയാണ്. ഇവിടെ പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ ദൗത്യമാണ്, നമ്മൾ ഈ ശുദ്ധീകരണം പ്രാപിച്ചവർ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർ, മറ്റുള്ളവരോട് ഈ യേശുവിനെ കുറിച്ച് പറയണം. സൗഖ്യം പ്രാപിച്ചവർ, അനുഗ്രഹം പ്രാപിച്ചവർ. ഇവിടെ പറയാണ്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടുണ്ട്. ഒരു യുദ്ധസ്ഥലത്ത്, യുദ്ധം കഴിഞ്ഞ സ്ഥലത്ത്
അതിന് സമീപത്ത് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ, അവർക്ക് ഭക്ഷണം കിട്ടാതെ മരണാസന്നമായി കഴിയുമ്പം അവർ ഈ വലിയൊരു പട്ടാള ക്യാമ്പിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ഇഷ്ടംപോലെ ഭക്ഷണം, പട്ടാളക്കാരൊന്നും അവിടെ ഇല്ല, ഇഷ്ടംപോലെ ഭക്ഷണം. അപ്പോൾ ഇവനത് കഴിക്കുക മാത്രമല്ല, ഇവൻ്റെ കൂടെ അനേകർ കഴിക്കാതെ പുറത്ത് കിടപ്പുണ്ട്. അവരോട് ചെന്ന് പറയുക, നിങ്ങളിവിടെ വന്ന് കഴിച്ചു, ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെയാണ് സുവിശേഷം, നാം അനുഭവിച്ച സന്തോഷം. യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്ന സന്തോഷവും ആ സമാധാനവും പാപക്ഷമയും രോഗസൗഖ്യവും വിടുതലും ശുദ്ധീകരണവും ഒക്കെ മറ്റെല്ലാവരും അനുഭവിക്കണം. മുഴു ലോകത്തെയും രക്ഷിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഒരാളോടുകൂടെ ഒരു ദിവസം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, സുവിശേഷം അറിയിക്കാൻ കർത്താവ് ഞങ്ങളെ ഭരമേൽപ്പിച്ചല്ലോ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആകയാൽ നിങ്ങൾ പുറപ്പെടണം, പോകുന്ന വഴിയിൽ നിങ്ങൾ പോകണം, നിങ്ങൾ സുവിശേഷം പറയണം. ഇത് കർത്താവ് ഞങ്ങളോട് എന്നും സംസാരിക്കുന്നതിനായി, ഇടപെടുന്നതിനായി സ്തോത്രം. അപ്പോസ്തലൻ പറയുന്ന പോലെ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെയൊക്കെ കിടക്കുക. കർത്താവ് ഈ നിർബന്ധം എല്ലാവരുടെ മേൽ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ, അവരായിരിക്കുന്ന സ്ഥലത്ത്, ഓഫീസിൽ, എല്ലാ സ്ഥലങ്ങളിലും ജീവിതത്തിലൂടെ സാക്ഷികളായി കർത്താവിൻ്റെ മക്കളായി തീർന്ന് അനേകരെ കർത്താവിനെ നയിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾവിക്കാരെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം കഴുകല, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ.